ശ്രീ എം ജയചന്ദ്രൻ, തന്ത്രി കണ്ഠരര് രാജീവർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ എങ്ങനെ ഇടപെട്ടിട്ടുണ്ട്? എന്താണ് തന്ത്രി ചെയ്ത കുറ്റം? എന്തിനായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അദ്ദേഹത്തിന് ജാമ്യം നൽകി എന്നുള്ളതല്ലേ നമ്മുടെ വിഷയം തന്നെ. അതല്ലേ, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് അൺകണ്ടീഷണൽ ബെയിലല്ലല്ലോ നൽകിയേക്കുന്നത്, കണ്ടീഷണൽ ബെയിൽ തന്നെയാണല്ലോ ഉള്ളത്. എന്തൊക്കെയാണ് ആ ബെയിലിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് ഈ 94 പേജ് വരുന്ന വിധിന്യായത്തിൻ്റെ അവസാന പേജുകളിൽ 1 മുതൽ 10 വരെ വിശദമായി നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അത് പിന്നെ അൺകണ്ടീഷണലാണ് എന്നാരും പറയില്ലല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം നേരത്തെ ഇതേ കോടതി തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. ഇതേ കാര്യം പറഞ്ഞു തന്നെയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവർക്ക് മാത്രമല്ല ഈ ജാമ്യം അർഹതപ്പെട്ടതും നൽകിയിട്ടുള്ളതും. ഇതേ കാരണങ്ങൾ തന്നെ പറഞ്ഞാണ് ശ്രീകുമാറിനും ജാമ്യം കൊടുത്തത്. എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിന്റെ കാര്യമാണോ ജയേന്ദ്രൻ സാർ പറഞ്ഞത്? അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മറ്റേ തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലുള്ള ചെമ്പഴന്തി സ്വദേശിയായ ശ്രീകുമാറുണ്ടല്ലോ. അതെ, അല്ല, അദ്ദേഹത്തിന് ഏത് കാരണം പറഞ്ഞാണ് ജാമ്യം കൊടുത്തത്? ഇതുപോലെ തന്നെ തെളിവില്ല എന്ന് പറഞ്ഞിട്ടോ? അല്ല, തെളിവില്ലാന്ന് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലോ അദ്ദേഹത്തിന്റെ കാര്യത്തിലോ ഒന്നും പറയുന്നില്ലല്ലോ. അല്ല, പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. വെരി ഇമ്പോർട്ടന്റ്ലി there is nothing on record for the matter, not even an iota of evidence from the side of the special investigation team to establish any positive involvement on the part of the petitioner in the alleged irregularities. അതായത് കുറ്റം ചെയ്തു എന്നും ചെയ്ത കുറ്റങ്ങൾ ഇതാണെന്നും പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ പേരിൽ ചുമത്തപ്പെട്ട കേസുകളും തെളിയിക്കാവുന്ന കണിക പോലും, ഒരു തെളിവിന്റെ കണിക പോലും ഹാജരാക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ അദ്ദേഹം പിന്നെ ഗോപീഷൻ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ വ്യവസ്ഥകളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അൺകണ്ടീഷണലായിട്ടുള്ള ഒരു ബെയിലല്ലല്ലോ കൊടുത്തേക്കെന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം തുടർന്ന് നടക്കുകയാണല്ലോ. ഇനി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ ഇത്രയും കാലവും SIT അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചത് തെറ്റാണ് എന്ന് ഈ കോടതി എവിടെയും പറയുന്നില്ലല്ലോ. അയോട്ട് ഓഫ് എവിഡൻസിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്, അത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചത് തെറ്റാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല. അതേസമയം അദ്ദേഹം പറയുന്നുണ്ട് എനിക്കെതിരെയുള്ള രാഷ്ട്രീയ ഭാഗത്തേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. 40 ദിവസമാണ് അദ്ദേഹം ജയിലിൽ കടന്നത്. എന്തായിരുന്നു, ഏത് 2 കേസുകളാണ് താങ്കൾക്ക് അറിയാമല്ലോ? ഒന്ന് കട്ടിളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസ്, രണ്ടാമത്തേത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അപഹരിച്ച കേസ്. ആദ്യത്തേതിൽ 13-ാം പ്രതി, രണ്ടാമത്തേതിൽ 16-ാം പ്രതി. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഒരു ഭാഗം യുക്തിഭദ്രമാണ്, അതായത് കണ്ടീഷണൽ ആയിട്ടുള്ള ബെയിലാണ്, ഉപാധികളോട് കൂടിയിട്ടുള്ള ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലെ ഈ ചുമത്തപ്പെട്ട ചാർജസ് ഉണ്ടല്ലോ, അതായത് SIT കണ്ടെത്തിയ ഇയാൾ ഈ തന്ത്രി ചെയ്തു എന്ന് പറയുന്ന കുറ്റകൃത്യം ഉണ്ടല്ലോ, അതിനകത്ത് തന്ത്രിയെ ഉത്തരവാദിത്തപ്പെടുത്താവുന്ന ഒന്നുമില്ല. അതായത് തെളിവുകളുടെ കാര്യം മാത്രമല്ല, തന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല. അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളല്ല ഈ സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹിസ് ഡ്യൂട്ടീസ് ആസ് തന്ത്രി ആർ കൺഫൈൻഡ് ടു പൂജാസ്, സെറിമണീസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് എലോൺ എന്ന് കോടതി പറഞ്ഞത്. ദ പെറ്റീഷണർ ഹാസ് അബ്സല്യൂട്ട്ലി നോ റോൾ ടു പ്ലേ റിഗാർഡിംഗ് ദ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് അപ്കീപ്പ് ഓഫ് വാല്യുബിൾ തിരുവാഭരണംസ് ഓഫ് ദ ലോർഡ് ഫോർ വിച്ച് ദർ ഇസ് എൻ എൻറ്റയർ ഹയറാർക്കി ഓഫ് ഒഫീഷ്യൽസ് അണ്ടർ ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയാൻ കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളെ തന്ത്രിയുമായി ബന്ധപ്പെടുത്താവുന്ന, കണ്ണി ചേർക്കാവുന്ന ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പദവിയിലുമല്ല അദ്ദേഹം ഇരിക്കുന്നത് എന്നുകൂടിയാണ്. അപ്പോൾ പറയണം SIT എന്തിനാ അറസ്റ്റ് ചെയ്തു എന്ന്. അതെ, പിന്നെ അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ടത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമവും ക്രിമിനൽ കോൺസ്പിറസി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണല്ലോ അദ്ദേഹത്തെ പ്രതിയാക്കിയത്. ആ പ്രതിയാക്കിയതിനെ സംബന്ധിച്ച് അയോട്ട് ഓഫ് എവിഡൻസ് എന്ന് പറയുന്ന ആ ഭാഗം വസ്തുതാപരമാണ്. അതാണ് ഉന്നയിക്കപ്പെട്ടതും കോടതിയിൽ സ്ഥാപിക്കപ്പെട്ടതും അതാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ജാമ്യത്തിന് അർഹനായത്. അതുകൊണ്ട് പരിപൂർണമായും ഈ കേസിൽ നിന്ന് തന്ത്രി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്നുള്ള ലാഘവ ബുദ്ധി എന്തിനാണ്? അതെന്തിനാണ്?
ഈ ഒരു കേസ് നടക്കുകയാണെങ്കിൽ ആ ഇപ്പൊ മാർച്ച് അല്ല ശരി, അതും ഞാൻ വാദത്തിന് അംഗീകരിക്കുന്നു. ആ ലാഘവ ബുദ്ധി നമുക്ക് മാറ്റിവെക്കാം. പറയണ്ടേ സർ, എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന്? എന്തിനാണ് ശങ്കരദാസിന്റെ അറസ്റ്റിനേക്കാൾ വളരെ തിടുക്കത്തിൽ, അല്ലല്ല, കെ പി ശങ്കരദാസിന്റെ അറസ്റ്റിനേക്കാൾ തിടുക്കത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയണ്ടേ? ഇപ്പൊ താങ്കൾ പറഞ്ഞു തന്ത്രിയുടെ വാദങ്ങൾ. ഇപ്പൊ തന്ത്രി പറയുന്നത് എനിക്കെതിരെ പക തീർക്കുകയായിരുന്നു, അതിനുള്ള കാരണങ്ങൾ തന്ത്രി പറയുന്നത്, ഞാൻ പറഞ്ഞത് കോടതിയിൽ വാദിച്ച ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യുവതീ പ്രവേശനത്തെ ഞാൻ എതിർത്തു, ഇനി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പൂട്ടി ഈ താക്കോലും കൊണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. അതിലുള്ള സർക്കാരിന്റെ പകപോക്കലാണ് ഈ അറസ്റ്റിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നാണ്. അതായത് തന്ത്രിയെ പോലെ ആ പദവിയിലിരിക്കുന്ന ആളുടെ ഒരു അറസ്റ്റ് നടത്തണമെങ്കിൽ SIT മിനിമം എന്ത് ചെയ്യണം? കുറ്റം എന്താണെന്ന് കണ്ടെത്തണം, അതിന് വേണ്ട രേഖകൾ കണ്ടെത്തണം, തെളിവുകൾ ശേഖരിക്കണം, അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റണം. 40 ദിവസം കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് കോടതി പറയുകയും തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ല, അതുകൊണ്ട് ഇനിയും തന്ത്രിയെ ഇങ്ങനെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ SITയുടെ അറസ്റ്റിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരും. അല്ല, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും താങ്കളിപ്പോൾ ചോദിച്ച ചോദ്യം പോലെ ഒരു ചോദ്യം, സമാനമായ ചോദ്യം വന്നു. ഞാൻ ബോധപൂർവം അതങ്ങ് സ്കിപ്പ് ചെയ്ത് വിടുമായിരുന്നു. പക്ഷേ ഇന്ന് അതേ ചോദ്യം വരുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞു തന്നെ പോകുന്നുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ സർക്കാരിന് തന്നോടുണ്ട് എന്ന് പറയുന്ന വൈരാഗ്യമുണ്ടല്ലോ, അതിനൊക്കെ മറുപടി നേരത്തെ പറഞ്ഞു പോയതാണെന്നേ. 2018 തന്നെ തന്ത്രി പറഞ്ഞതിന് മറുപടി അന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതും എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ ആ വാചകങ്ങൾ ആവർത്തിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗോപീഷൻ, ഇവിടെ വരുന്നൊരു കാര്യം എന്താ, ഇത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗം എടുത്ത് പിടിച്ച ഒരു കേസൊന്നും അല്ലല്ലോ. ഇത് സുവമോട്ടോയായിട്ട് ഈ കേസ് എടുത്തത് ഹൈക്കോടതിയുടെ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ചാണ്, ഡിവിഷൻ ബെഞ്ചാണ്. അവരാണ് SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് വരെ. ആ കേസിൽ സംസ്ഥാന സർക്കാരിന് തന്നോടുള്ള പക തീർക്കാനായിട്ട് ഹൈക്കോടതി ഉപയോഗിച്ച് SIT ഉപയോഗിച്ച് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് എന്നാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ ആ വ്യാഖ്യാനത്തിനൊക്കെ രാഷ്ട്രീയമായ മറുപടി പറയാൻ കഴിയൂ. ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് എനിക്ക് ആ മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ എന്താണ് വസ്തുത എന്നുള്ളത്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതിനൊക്കെ പിന്നെ ഞാൻ നട അടച്ചിട്ട് പോകും അല്ലെങ്കിൽ അമ്പലം ശ്രീകോവിൽ പൂട്ടിയിട്ട് പോകും എന്നൊക്കെ പറഞ്ഞതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മറുപടി നൽകിയിട്ടുള്ളതാണ്. ഈ ചാവി വെച്ചിരിക്കുന്നതൊക്കെ അന്നത്തെ രാഷ്ട്രീയ പ്രതികരണമൊക്കെ ഓർമ്മയുണ്ട് ജയേന്ദ്രൻ സാർ. പക്ഷേ ചോദ്യം ഞാൻ ചോദിക്കുന്നത് അതല്ല, തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു, തൊട്ടു പിന്നാലെ ചെങ്ങന്നൂരിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തുന്നു, അവിടെ പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് ഈ വാജിവാഹനം, ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വാജിവാഹനം കണ്ടെടുക്കുന്നു. അത് അനധികൃതമായി അദ്ദേഹം കൈവശം വെച്ചതാണെന്ന് ഒരു ആരോപണം ഉയരുന്നു. നേരെ പിന്നീട് അത് കോടതിയിൽ ആ കാര്യങ്ങൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും വാജിവാഹനം അദ്ദേഹത്തിന് കൈമാറുന്നത് ഒരു പൊതു ചടങ്ങായിരുന്നെന്നും അവിടെ ഈ ദേവസ്വം ബോർഡിൽ ഇടതംഗം കൂടി അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് തെളിയുന്നു. അപ്പോൾ ആ ഭാഗവും പൊളിയുന്നു. പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്ത്രിയിൽ കണ്ടെത്തിയ കുറ്റം എന്താണ്, ആ കുറ്റം തെളിയിക്കാനുള്ള തെളിവുകൾ എന്താണ്, ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്, അങ്ങനെയല്ലേ? ആ പറയുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. താങ്കളാ പറഞ്ഞതിൽ എനിക്ക് വ്യക്തമായ വിയോജിപ്പുണ്ട്. കാരണം പിന്നെ വെറുതെ അങ്ങ് ആരോപിച്ച് അദ്ദേഹത്തിന് പിന്നെ കൊടുത്തതാണ്, അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് എന്നൊക്കെയാണല്ലോ സ്ഥാപിക്കാൻ പലരും ശ്രമിച്ചു കാണുന്നത്. ഇത് പിന്നെ അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കെ തന്ത്രസമാജം ഒരപേക്ഷ കൊടുത്തൊരു ചരിത്രമുണ്ട്. 2011 ആ ചരിത്രം. 23 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തന്ത്രസമാജം അപേക്ഷ കൊടുക്കുന്നത്. പിന്നെ ഈ 23 ആവശ്യങ്ങളോടെ വായിക്കാൻ ഞാൻ അതിൽ മുതിരുന്നില്ല. പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങൾ തങ്ങൾക്ക് അനുവദിക്കുന്ന TA DA അടക്കമുള്ള കാര്യങ്ങൾ അതിൽ പിന്നെ കാലികമായ വർധനവ് ന്യായമായി വരുത്തി തരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇത് ഈ മറ്റേ കൊടിമര പുനഃപ്രതിഷ്ഠ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തങ്ങൾക്ക് ലഭിച്ചിരുന്ന സാധനങ്ങൾ, അത് സാധാരണഗതിയിൽ ശിവലിംഗമോ സർപ്പപ്രതിഷ്ഠയോ പോലുള്ള സംഗതികളൊന്നും ഇവർ കൊണ്ടുപോകാറില്ല. പക്ഷേ മറ്റ് ചില പ്രധാനപ്പെട്ട സാധനങ്ങൾ, ഇപ്പോൾ വാഹനം പോലുള്ളവ, അത് അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുകയും ASP കുറുപ്പിനെ പോലുള്ളവർ പിന്നീട് എടുത്തു കൊടുത്ത കാര്യം, അതിലേക്ക് പിന്നീട് വരാം സമയമുണ്ടെങ്കിൽ. അന്ന് ആ വിഷയമാണ് തന്ത്രസമാജം രേഖാമൂലം ഉന്നയിച്ചതും പിന്നെ അന്നത്തെ ബോർഡ് പ്രസിഡന്റ് ചർച്ച നടത്തുകയും ചെയ്തതിന് ശേഷം വ്യക്തമായ
പിന്നെ ഒരു നിയമ ഭേദഗതി തന്നെ അവിടെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പിന്നെ ആ നിയമ ഭേദഗതിക്ക് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ മറികടക്കണമെങ്കിൽ വേറെ ഒരു നിയമ ഭേദഗതി ദേവസ്വം ബോർഡിനായിട്ട് ഉണ്ടാകണം. അതുണ്ടാകാതെയാണ് ഈ പറഞ്ഞ വാജിവാഹനം എടുത്തു കൊടുത്തത്. അതൊരു കാര്യം. മറ്റൊന്ന്, അതിനു മുൻപ് 2008 തിരുവനന്തപുരത്ത് ശ്രീവരാഹം ക്ഷേത്രത്തിൽ പിന്നെ വരാഹമൂർത്തിയാണല്ലോ അവിടുത്തെ വാഹനം, ഗരുഡനാണ് അവിടുത്തെ വാഹനമായിട്ടിരുന്നത്. ഈ കൊടിമര പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ മേക്കാട്ടില്ലെന്നും മേക്കാട്ടുമനയെന്നും പറയുന്ന അവരാണ് അവിടുത്തെ തന്ത്രസ്ഥാനത്തുള്ളത്. അവർ ഇതേ സാധനം എടുത്തപ്പോൾ അവിടുത്തെ ഈ പിന്നെ നമ്മുടെ ഭക്തജന സംഘമുണ്ടല്ലോ, അതിലെ ഒരാൾ രമേശൻ എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനന്ന് തിരുവനന്തപുരത്താണ് ഉള്ളത്. ആ സമയത്ത് ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. അദ്ദേഹം കോടതിയിലാണ് കേസ് കൊടുത്തത്. കോടതിയിൽ കേസ് കൊടുത്തു. കോടതി പോലീസിനെ വിട്ട് ഈ തന്ത്രിയുടെ വീട് പരിശോധിച്ച് തൊണ്ടിയായി അത് കൊണ്ടുവന്ന് ഹാജരാക്കി. പിന്നെ നടപടികളുണ്ടായി. മുൻപുള്ള കാര്യമാണ്. അതെ. അല്ല ജയേന്ദ്രൻ സാർ, ഞാൻ ഇടപെടാതിരുന്നത് ഇപ്പോൾ അടിക്കടി താങ്കൾ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നു എന്ന് തോന്നണ്ടെന്ന് കരുതിയാണ്. ഈ കാര്യങ്ങളൊക്കെ മുൻപ് ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമ്മൾ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളാണ്, ചർച്ച ചെയ്യപ്പെട്ടതുമാണ്, പരിശോധിക്കപ്പെട്ടതുമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു ഇടതംഗത്തിന്റെ സാന്നിധ്യത്തിലാണല്ലോ അല്ലേ ഇത് ആ വാജിവാഹനം കൈമാറിയത്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് വാജിവാഹനം അനധികൃതമായി കണ്ടെടുത്തു എന്ന് പറയാൻ ചെയ്തിരുന്നു SIT പരിശോധിക്കുമ്പോൾ? അല്ല, SIT ആരെയാണോ അറിയിക്കേണ്ടത് അവരെ അറിയിച്ചിട്ട് അവരുടെ കേസിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇത് ചെയ്തത്? തൊണ്ടി മുതലായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏത് കേസിന്റെ അടിസ്ഥാനത്തിൽ? ഏത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് വാജിവാഹനം അനധികൃതമായി കൈവശപ്പെടുത്തിയതാണെന്ന് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ല, അതായത് ഇത് പരസ്യമായി കൈമാറി, ഇത് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു, ഹൈക്കോടതി അംഗീകരിച്ചതാണ്. അത് താങ്കളിലേക്ക് വരും. അല്ല, കോടതിയെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ ഈ കാര്യങ്ങളൊക്കെ? തെളിവുണ്ടെങ്കിലും രേഖകളുണ്ടെങ്കിലും ഇനി അതൊന്നുമല്ല, ഇനി കൊണ്ടുവരാൻ പോകുന്ന രേഖകൾ സംബന്ധിച്ച സാഹചര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പ്രോസിക്യൂഷന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റണ്ടേ? അല്ല, അത് സമയമാവട്ടെ, ബോധ്യപ്പെടുത്തിക്കോളും. എന്തിനാണ്? അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹം നിരപരാധിയായിട്ട് തന്നെ പുറത്ത് വന്നോളുമല്ലോ. അപരാധിയാണെങ്കിൽ ട്രയൽ നടത്തി എന്താണോ ശിക്ഷ എന്നുള്ളത് ഏറ്റുവാങ്ങുകയും ചെയ്യണമല്ലോ. അതങ്ങനെ വരട്ടെ. നിരപരാധിയാണെങ്കിൽ അദ്ദേഹം പുറത്തു വരട്ടെ, അപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണോ കോടതിയുടെ ശിക്ഷ അദ്ദേഹം അത് അനുഭവിക്കട്ടെ. പക്ഷേ അപ്പോൾ നിരപരാധിയാണ് ആയ ഒരാളെയാണോ അറസ്റ്റ് ചെയ്ത് ഇനി അപരാധിയാക്കാൻ പോകുന്നത്? അങ്ങനെയാണോ? അല്ല, അതെവിടെയാണ് തെളിയുന്നത്? അത് ചാനൽ മുറികളിലെ ചർച്ചകളിലൊന്നും അല്ലല്ലോ. എനിക്ക് നിർബന്ധമില്ലല്ലോ, കോടതിയിൽ പറഞ്ഞില്ലല്ലോ സർ. ട്രയലിലാണ്. കോടതിയിൽ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുമ്പോൾ പ്രോസിക്യൂഷൻ എന്താ പറഞ്ഞത്? തന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പുറത്തു വരാനുണ്ട്, സമയം കിട്ടണമെന്നാണ്. തന്ത്രിയെ പുറത്തുവിടരുതെന്നാണ്. സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധവും അതുപോലെ തന്നെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധവും തന്ത്രിക്കുണ്ടെന്നാണ്. തെളിഞ്ഞില്ലല്ലോ കോടതിയിൽ, ഒരു രേഖയും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അല്ല, അതുകൊണ്ടാണല്ലോ SITക്ക് അത് കൊടുക്കാൻ കഴിയാതിരുന്നുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. പക്ഷേ ആ ജാമ്യം കിട്ടുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉപാധികൾ അകത്തു നിന്നാണ് അദ്ദേഹം ആ ജാമ്യ വ്യവസ്ഥ പ്രാബല്യത്തിലാക്കിയത്. അത് അദ്ദേഹം കൃത്യമായി പാലിച്ചുകൊണ്ട് പോരുന്നുമുണ്ട്. അതങ്ങനെ പോകട്ടെ. ശരി, ഇനി ബാക്കി കാര്യങ്ങൾ മാർച്ച് 10 മുമ്പ് ചാർജ് ഷീറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. ട്രയലിലാണല്ലോ കാണുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.